നല്ല കഥയായിരുന്നു. ഞാൻ ഹന്നയുടെ കഥ വായിച്ചിട്ടുള്ളത് കൊണ്ട് വളരെയധികം നല്ല എന്താ പറയുക ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ലായിരുന്നു. വളരെ അടിപൊളി. ഇന്നത്തെ സമൂഹത്തിൽ നാടകത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഈ കഥ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയും മറ്റേ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. വളരെ സന്തോഷം. എനിക്കതിൽ അഭിനയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതും കൂടി എനിക്ക് കണ്ടപ്പോൾ തോന്നി. വളരെ സന്തോഷം. അറിയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വളരെ സന്തോഷം. നല്ലൊരു സിനിമയാണ്. ഓക്കെ, നിങ്ങളല്ലേ പറയണ്ടേ? സന്തോഷമായി. എൻ്റെ അഭിപ്രായം കേട്ടു. വളരെ സന്തോഷമുണ്ട്. പലർക്കും കണ്ടവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നല്ലൊരു കാഴ്ച അനുഭവമായിരുന്നു. പിന്നെ കൊറോണ കാലത്ത് നമ്മളൊക്കെ അനുഭവിച്ച ഒരുപാട് സംഭവങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ക്യാമറ വർക്ക്, മിനിമം ഫെസിലിറ്റി വെച്ചിട്ട് ക്യാമറമാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു. ഓവർ പെർഫോമൻസ് ബേസിലും എല്ലാവരും നല്ല നാടകത്തിൻ്റെ ഒരു ബേസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി, നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. നമ്മൾ ഈ പുതിയ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നായകൻ ഒരിടി ഇടിച്ചാൽ 7 പേര് തെറിച്ചു പോകുന്ന സിനിമയല്ല ഇത്. അതുകൊണ്ട് പ്രേക്ഷകർ അങ്ങനെ സ്വീകരിക്കണമെന്നുമില്ല. ഇത് ഈ ഭൂമി തന്നെ ഒരു നാടകമാണെന്നും ജീവിതമാകെ ഒരു നാടകമാണെന്നും സഹീർ അലി പറയാൻ ശ്രമിക്കുന്നുണ്ട്. സഹീർ അലി നാടകപ്രവർത്തകനാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ സഹീർ അലി സിനിമയും ചെയ്തിരിക്കുന്നു. സഹീർ അലി പഠിച്ചത്, സഹീർ അലി ജീവിതത്തിലുടനീളം ആസ്വദിച്ചത് സിനിമയിലേക്കും പകർത്തി എന്നതാണ് സത്യം. പിന്നെ പ്രത്യേകിച്ച് എനിക്കെടുത്ത് പറയാനുള്ളത് ഷാജിയൻ കരുണിൻ്റെ ശിഷ്യനാണ് സഹീർ അലി. അത് പലയിടത്തും പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാജിയൻ കരുണിൻ്റെ ഏറ്റവും അവസാനമായി വന്ന സിനിമ ഓള് എന്ന് പറഞ്ഞ സിനിമയാണ്. ഓള് എന്ന സിനിമ ഓരോ ഫ്രെയിമിലും കവിത നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ്. അത്തരത്തിൽ കവിത നിറഞ്ഞു നിൽക്കുന്ന ഫ്രെയിമുകൾ ഈ സിനിമയിലുണ്ട്. വളരെ വൈഡായിട്ടുള്ള ഫ്രെയിമുകൾ. ആ ഫ്രെയിമുകൾ പലതും ഓരോ പെയിൻറ്റിങ്ങായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഛായാഗ്രാഹകനായ നൂറുദ്ദീൻ ബാവയുടെ മിടുക്കാണ്. ഒപ്പം സഹീർ അലിയുടെയുമാണ്. അഭിനന്ദനങ്ങൾ. വളരെ നന്നായിരുന്നു. വളരെയേറെ ഇഷ്ടപ്പെട്ടു. സഹീറിൻ്റെ ഫിലിം ഗംഭീരമായിരുന്നു. അഭിനയം ഗംഭീരമായിരുന്നു. വ്യത്യസ്തമായ ഫിലിം. സാധാരണ കച്ചവട സിനിമകളും ഹോളിവുഡ് സാങ്കേതികത്വം കൊണ്ടൊക്കെ ജനഹൃദയങ്ങൾ പിടിച്ചു പറ്റി കടന്നു പിടിച്ച് പറ്റുന്നത് പോലെ അല്ല ഇത് മനുഷ്യത്വത്തിൻ്റെ കഥ പറഞ്ഞുള്ള 2 നാടകക്കാരുടെ കഥയാണ്. വളരെ നന്നായിരിക്കുന്നു. ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും മനുഷ്യ മനസ്സുകളെ എவ்விதം ബാധിച്ചിരുന്നുണ്ടോ, ആഴത്തിൽ അവരിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ, അതേപോലെ മലയാള സിനിമയിൽ ഇതാ ഒരു പുതിയ സംവിധായകരും കുറേ ഡ്രമാറ്റിക് ക്യാരക്ടേഴ്സും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. സന്തോഷം. വളരെ നന്നായി. പടം വളരെ ഗംഭീരമായിട്ടുള്ളൊരു പടമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഹാഫ് മിസ് ചെയ്തു. കാരണം 10 മണിയിൽ നിന്നാണല്ലോ എഴുതിയിരുന്നത്. 9:00 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പടമാണ്. കാരണം മെയിൻ സ്ട്രീം ആക്ട്രസും ഒന്നും ഇല്ലാത്ത ഇതാണ്. ആ ഫോട്ടോഗ്രാഫി, അതിൻ്റെ ആ വിഷ്വൽസ് എടുക്കുന്ന ആംഗിള്, അവരുടെ അഭിനയം വളരെ മനോഹരമായിട്ടുള്ളതും തീമും. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ് ദോസ്റ്റോവ്സ്കിയും ടോൾസ്റ്റോയും. കുട്ടിക്കാലത്ത് ഒരുപാട് കഥകൾ വായിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചും കൊറോണ കാലത്തിൻ്റെ ആ ഭീകരതയൊക്കെ ഒപ്പിയെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. താങ്ക് യു. സെക്കൻഡ് ഹാഫ് വളരെ ഭംഗിയായിട്ട്. കാരണം ഫസ്റ്റ് ഹാഫ് നാടകത്തിനോട് ബന്ധപ്പെട്ട് അത് ശരിക്കും റെഫറൻസായിട്ട് ഉപയോഗിക്കാൻ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക്. സഹീർ അലി എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിതം അയാളുടെ അച്ഛൻ്റെ ഇതായാലും അദ്ദേഹം നാടകത്തിന് വേണ്ടി സമർപ്പിച്ചത് ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് നാടകത്തിന് തന്നെ അയാൾ റെഫറൻസായിട്ട് ഉപയോഗിച്ച് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ശരിക്കും ആ കലാകാരന്മാരുടെ അവരുടെ ജീവിതം അത് നൈസർഗികമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്. കാരണം ഇനി വരുന്ന ഈ പുതിയ നാടകത്തെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ റെഫറൻസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിനിമയാണ്. വിഷ്വൽസ് അത് ഗംഭീരമാണ്. ആ പയ്യൻ വളരെ മനോഹരമായിട്ട് ആ പീജാനിൻ്റെ സ്കോറൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളത്. കാരണം കായലും പിന്നെ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ല സിനിമ. നല്ല പടം. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിനകത്ത് 2 പാട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 92 വയസ്സുള്ള മരടി യോസഫേട്ടനെ കൊണ്ട് ആദ്യത്തെയും അവസാനത്തേതുമായിട്ടുള്ള തിരുമാഗാനം പാടിക്കാൻ സാധിച്ചു. അതിലും ഒത്തിരി സന്തോഷം. എന്തായാലും പൊതുവെ നല്ല ഫീലാണ്. നല്ല ഫീലായിട്ട് ഇറങ്ങാൻ സാധിച്ചു. താങ്ക് യു.